ഡിജിറ്റൽ അറസ്റ്റിലൂടെ 68-കാരിയുടെ പണം തട്ടാനുള്ള ശ്രമം ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ വിഫലമായി. മഞ്ഞാടി സ്വദേശിയായ 68-കാരിയെ 2 ദിവസമാണ് തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റിൽ വെച്ചിരുന്നത്. ബാങ്കിലെത്തി തട്ടിപ്പുകാർക്ക് നൽകാനായി പണം പിൻവലിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടമ്മയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വരുന്നത്. മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണെന്ന് അറിയിച്ചു. കാനറ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡിൽ തിരിമറി നടത്തിയതായി വിവരം കിട്ടിയെന്ന് തട്ടിപ്പ് സംഘം പറഞ്ഞു. ഇതിന്റെ ആവശ്യങ്ങൾക്കായി വിളിച്ചതാണെന്നും അറിയിച്ചു. തുടർന്ന് മറ്റാരോടും വിവരം പറയരുതെന്ന് നിർദ്ദേശിച്ച് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കി. അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് തട്ടിപ്പ് സംഘം വീണ്ടും വിളിച്ചു. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകി. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ ബാങ്കിലെത്തി 21.5 ലക്ഷം രൂപ പിൻവലിക്കണമെന്ന് വീട്ടമ്മ ആവശ്യപ്പെട്ടു. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അക്കൗണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നൽകി. പ്രൈവറ്റ് കമ്പനിയുടെ അക്കൗണ്ടാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. നോക്കിയപ്പോൾ അതിൻ്റെ ആ ഫോണിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയും ലെറ്ററുകളാണ് കാണുന്നത്. അത് കണ്ട മാത്രയിൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഒരു വെർച്വൽ അറസ്റ്റാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പം ഈ മാഡം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരുമായിട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ഫണ്ട് കൈമാറ്റം തടയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അവരുടെ ഹാർഡ് ഏൺഡ് മണിയായ ഒരു 22 ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ സാധിച്ചത്. ബാങ്കിൽ നിൽക്കുന്ന സമയമെല്ലാം വീട്ടമ്മയുടെ ഫോണിലേക്ക് തട്ടിപ്പ് സംഘം സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഫോണിൽ വന്ന മെസ്സേജ് പരിശോധിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവരതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ ആ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ് ഡിജിറ്റൽ അറസ്റ്റാണെന്ന് മനസ്സിലായത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന മെസ്സേജിൽ കണ്ടതോടെ തട്ടിപ്പാണെന്ന് മനസ്സിലായി. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ വീട്ടമ്മയുടെ ഫോണിൽ നിന്ന് തട്ടിപ്പ് സംഘത്തിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലാണ് തട്ടിപ്പ് സംഘത്തിന്റെ പദ്ധതി പൊളിച്ചത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.